അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത് മനസ്സിലാക്കിയാണ് ഇ.പി. ജയരാജന്റെ തുറന്നു പറച്ചിൽ. പറഞ്ഞ കാര്യത്തിൽ ഇ.പി. ഉറച്ചു നിൽക്കണം. ചന്ദ്രശേഖരനെ പോലെ ഇ.പി.യെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. യു.ഡി.എഫിനെ സഹായിക്കാനാണ് എൽ.ഡി.എഫ് സരിനെ നിർത്തിയതെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു. വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഇ.പി. ജയരാജൻ, ജി സുധാകരൻ, എ.കെ. ബാലൻ, തോമസ് ഐസക്, എം.എ. ബേബി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തിയത് മുഹമ്മദ് റിയാസിലേക്കുള്ള അധികാര കൈമാറ്റത്തിന് വേണ്ടി മാത്രമാണ്. പിണറായിയും കുടുംബവും CPM-നെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മരുമകന് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴുള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇ.പി.യുടെ പ്രസ്താവന തെളിയിക്കുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇ.പി. ജയരാജൻ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത്. ഒരു തത്വദീക്ഷതയുമില്ലാതെ പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇവിടുത്തെ അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് LDF ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.